അമരയ്ക്ക ഇങ്ങനെ കഷ്ണങ്ങളാക്കി നമുക്ക് ഇനിയുള്ളൊരു മിക്സിയുടെ ജാറിലോട്ട് ഇടാം. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. മിക്സിയിനകത്ത് ഒന്ന് പൊടിച്ചെടുത്തോണ്ട് വരാം. അതുകൊണ്ട് ഇതുപോലെ പൊടിച്ചെടുത്ത് കണ്ടോ, ചതച്ച് ഇങ്ങനെ പൊടിച്ചെടുത്താൽ മതി. ഇവിടെ ചീനിച്ചട്ടി ചൂടായി 2 സ്പൂൺ വെളിച്ചെണ്ണയ്ക്ക് നമുക്ക് ഒഴിക്കാം. അതിനകത്ത് വെളിച്ചെണ്ണയൊന്ന് ചൂടാകട്ടെ. ഇച്ചിരി കടുകിടാം. വെളിച്ചെണ്ണ ചൂടായി, കടുകിടാം നമുക്ക്. കടുക് പൊട്ടട്ടെ. നല്ലൊരു തോരനാണ്, എല്ലാവരും ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും അവിയലും സാമ്പാറും ഒക്കെ എല്ലാ അമരയ്ക്ക വെച്ചിട്ടുള്ളത്, തോരനാരേലും വെച്ചിട്ടുണ്ട്. 2 ചുവന്ന മുളക് ഇട്ടു, 2 കടുപ്പ് കരിയാപ്പില ഇട്ടു. നമുക്കിനി അടിച്ച് വെച്ചേക്കുന്ന ചതച്ച് വെച്ചേക്കുന്ന അമരയ്ക്ക ഇടാം. അങ്ങനെ ചിക്കി എടുക്കാം നമുക്ക് നല്ലതായിട്ടൊന്ന്. അതൊരു സവാള അരിഞ്ഞതും കൂടെ അതിൻ്റെ കൂടെ ഇടാം. പാകത്തിന് ഉപ്പിടാം. ഇട്ടിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കാം. നമുക്കിതൊന്ന് ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ചിട്ട് ആ മിക്സിയുടെ ജാറെല്ലാം കൂടെ കഴുകി കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിക്കാം. അതൊന്ന് വേകാൻ. ഇത് ചെറുതായിട്ടൊന്ന് മൂടി വെക്കാം, അതൊന്ന് വേകട്ടെ. തോരനൊന്ന് തുറന്ന് നോക്കാം. തോരനെല്ലാം നല്ലതായിട്ട് വെന്ത് പറ്റി. നമുക്കിത് സൈഡിലോട്ടൊന്ന് നീക്കി വെച്ച് തുള്ളി എണ്ണ ഇവിടോട്ട് ഒഴിക്കാം. ഒരു സ്പൂൺ ഇച്ചിരി ഒഴിച്ച് നമുക്ക് 2 കോഴിമുട്ട ഇതിനകത്തോട്ട് പൊട്ടിച്ചൊഴിക്കാം. ഈ തോരൻ എത്ര എടുക്കുന്ന അതിൻ്റെ അനുസരിച്ച് നമുക്ക് മുട്ട ചേർക്കാം. ഞാനിപ്പോൾ 2 മുട്ടയുടെ തോരനേ ഉള്ളിത്, അതുകൊണ്ട് 2 മുട്ട നമുക്ക് ഇതൊന്ന് ചിക്കി എടുക്കാം. അങ്ങനെ അതിനൊരു ശകല ഉപ്പ് ചേർക്കാം, ഒരിച്ചിരി. അതിന് മുട്ടയിലെ ഉപ്പ് ഇനി എല്ലാം കൂടെ അങ്ങോട്ടൊന്ന് ചിക്കി എടുക്കാം. തോരനും ഇതിനകത്തോട്ട് കുറച്ച് തേങ്ങാപ്പീരയും കൂടി ഇടുക. പിന്നെ 3 പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇടുക. എന്നിട്ടെല്ലാം കൂടെ അങ്ങ് ചിക്കി എടുക്കുക. നല്ലൊരു തോരനാണ് ചോറുണ്ണാൻ. ചോറിൻ്റെ ഒന്നും തിന്നാൻ നല്ലതാണ്. നമുക്ക് ഈ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാനൊക്കെ നല്ല തോരനാണ് ഇത്. മുട്ടയും കൂടെ ഒക്കെ എല്ലാം ഇട്ട് ചിക്കി എടുക്കുന്നതുകൊണ്ട്. ചപ്പാത്തിക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു തോരന് ഉണ്ടാക്കാം. വലിയ താമസമൊന്നുമില്ല. ഒന്ന് ഉപ്പുണ്ടോ എന്ന് നോക്കാം ഈ സമയത്ത്. അടിപൊളി തോരനാണ്, ഉപ്പൊക്കെ ഉണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം ഈ തോരനെ. അടിപൊളി തോരനാണ്. നമ്മുടെ തോരന റെഡിയായി. മേഡം ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ
ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അടുത്തൊരു മെല്ലലൊന്ന് നമുക്കാണെങ്കിൽ അമ്മയിടുന്ന വീഡിയോ ഒക്കെ കാണാം. എല്ലാവരും ഇതുപോലെ ഒരു തോരനൊന്ന് ചെയ്ത് നോക്കണം. നല്ലൊരു തോരനാണ്. അതുകൊണ്ട് നല്ല രുചിയുണ്ട്. ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ഞാനിങ്ങനെ തോരൻ വെച്ചിട്ടില്ല. ഞാനാണെങ്കിൽ അരിഞ്ഞ് തോരൻ വെച്ചിട്ടുണ്ട്. മുട്ട ചിക്കി തോരൻ വെക്കുന്നത് ആദ്യമായിട്ട് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. നല്ലൊരു തോരനാണ്. അടുത്ത ഒരു വീഡിയോയിൽ വരുന്നിടം വരെ ബായ്.